ഇവിടെ തിരുത്തിരില്ല. ഇവിടെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. പക്ഷെ ഹോൾ ലൈഫ് ആ ഗെയിം നടത്തിട്ടേ ഇരിക്കും. ഇസ്മി ഡാനി. ഇപ്പൊ സമയം ഒരു 1:30-2 മണിയൊക്കെ ആവാൻ സമയമായിട്ടില്ല, 1 മണിയായി. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോ ഇത്ര നേരം ലൈവ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ലൈവിൽ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ബ്രോ ഇന്നൊരു സംഭവം ഉണ്ട്, ഒന്ന് വന്ന് നോക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തു. പക്ഷെ അത്ര ക്ലിയർ അല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഒരാൾ അയച്ചു തന്നു, എൻ്റെ ഒരു ഫ്രണ്ട് ഈ ലൈവ് കാണുന്ന അഭിജിത്ത് ഏട്ടൻ ഇത് അയച്ചു തന്നായിരുന്നു. അത് സംഭവം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഗൈസ്. നമുക്കൊന്ന് പ്ലേ ചെയ്യാവേ. ഉണ്ടാവും. ഇതൊരു ഗെയിം ഷോ ആണ്. തിരുത്തിരില്ല. ഇവിടെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. പക്ഷെ ഹോൾ ലൈഫ് ആ ഗെയിം നടത്തിട്ടേ ഇരിക്കും. വേണ്ട, എന്റെ പോയിസൺ പോവില്ല. ഞാൻ എത്ര വലിയ പമ്പ് എനിക്കറിയാം. എന്റെ പോയിസം പോകത്തില്ല, എത്ര വലിയ പാമ്പാന്ന് എനിക്ക് നല്ല രീതി അറിയാം. ആര് ജാൻമണി എമ്മിനോടും ജിൻഡോനോടും പറയാണ്. ബാക്കിയും കൂടെ കേട്ട് നോക്ക് നിങ്ങള്. ഇതൊക്കെ ഇപ്പോഴും പറയത്തുള്ളൂ. എങ്ങനെ ഗെയിമിന്റെ ഭാഗം എന്റെ ലൈഫ് ബാധിക്കുന്ന പോലെ ഈ വീക്ക് ആ വീക്ക് ഞാൻ സഹിക്കുന്ന ഓരോ ആളെ ഇവിടെ സഹിച്ചിട്ടില്ല. ഞാൻ താലാരെങ്കിൽ വിരിഞ്ഞ കാര്യം അവന്റെ ലാലത്തിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജെന്യൂൻ ആയിട്ട് കാണിച്ചിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? സംഭവം എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ എപ്പിസോഡിൽ പണ്ട് ജാൻമണി തലറങ്ങി അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് ചെയ്യുമെല്ലാം ചെയ്ത്, അപ്പൊ അത് സംബന്ധമായിട്ടാ പറയുന്നത്. അത് അർജുൻ പറഞ്ഞു അത് ഫേക്ക് ആണെന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിനെക്കുറിച്ച് അവര് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത്. അവനക്ക് ദൈവം എത്ര എത്ര വലിയ ശിക്ഷ തന്നിട്ട് അവനക്ക് അറിയത്തില്ലേ? സാരില്ല, ഇല്ല ചിന്തിച്ചിട്ടാ. ഞാൻ ക്ഷമിക്കില്ല പറഞ്ഞു. ജീവിതത്തിലെ 3 ആൾക്ക് ഞാൻ ലൈഫിൽ ക്ഷമിക്കില്ല. ക്ഷമിക്കത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, നേരത്തെ ജാൻമണി ഔട്ടായ സമയത്ത് ഒരുപാട് ആൾക്കാർ, ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായ ദിനങ്ങളാന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ പറയുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ ശാപം ശീപം ഇപ്പൊ ഒന്നും വിഷയമല്ലേ? എനിക്ക് തോന്നുന്നു ഔട്ടായി പോയിട്ട് വയൽക്കാർ എൻട്രി ആയിട്ട് വന്ന വയൽക്കാരും പോട്ടെ, സോറി, എന്താ പറയണ്ടേ, ഗ്രാൻഡ് ഫിനാലയുടെ ഇതിനു വേണ്ടി ഒന്ന് വന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ജാൻമണി ഒന്നും ഗെയിമറൊന്നും അല്ലല്ലോ, അപ്പൊ ഒന്നും സീനൊന്നും ഇല്ല നിങ്ങൾക്ക് ആർക്കും. ഒരുപാട് ആൾക്കാർ പടച്ചുവിട്ട് വരുന്നുണ്ടല്ലോ ഒരുത്തനെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടി. എന്തുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നില്ല? ഇതിപ്പോ പറയുന്നില്ല. ഇപ്പൊ ജാൻമണി എല്ലാവർക്കും നന്മമരമായോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, അവരിപ്പോ നന്മമരമായോ? അവർ കാണിക്കുന്നത് കണ്ടില്ല. ഇപ്പോഴും അതിനകത്ത് വന്നിട്ടിരുന്നിട്ട് അർജുന്റെ കുറ്റങ്ങൾ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തം. ഓക്കെ, പുറത്തവർ തമ്മിലുള്ള എന്തോ ആയിക്കട്ടെ, ആസ് എ ഗെയിമർ എന്ന നിലയ്ക്ക് അകത്ത കാര്യങ്ങൾ ചിന്തിക്കും നിങ്ങൾ. ചുമ്മാ ഒരാളെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് ഒരുപാട്. ഇപ്പൊ എനിക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് വിഷമം വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് ഈ PR എടുത്തോന്ന് നോക്കി. ഒരിക്കലും അല്ല. ഞാൻ ഇപ്പോഴും ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാലും ഞാൻ എൻ്റെ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുക. ഇത് കാണുന്നവരോട് ഞാൻ അത് തന്നെ പറയുന്നത്. പക്ഷേ ഒരിക്കലും ഒരുത്തനെ കുതുകാല് വെട്ടിയിട്ടാവരുത്. ഇതിപ്പം ജിൻഡോ ഫാൻസിനും ഒരുപാട് ചീത്തപ്പേരായിട്ടുണ്ട്. മറ്റുള്ളവർ ഇത് നല്ല രീതിയിൽ മുതലാക്കുന്നുമുണ്ട്. എല്ലാവരും ജിൻഡോ ഫാൻസ് പറയുന്നെങ്കിലും കളിക്കുന്ന കുറെ ടീംസ് വേറെ ഫാൻസുകാരും ഉണ്ട്. അത് വേറെ കാര്യം, അതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല. അതല്ല ഇവിടുത്തെ മാറ്റർ ഇവിടെ. അപ്പോൾ ഒരാളെ കുത്തി സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരും ഡബിൾ സ്റ്റാൻഡാണ്. എല്ലാ എണ്ണ ഡബിൾ സ്റ്റാൻഡ്. ഈ പറയുന്ന ആൾക്കാർ ഉൾപ്പെടെ, റിവ്യൂ പറയുന്ന ആൾക്കാർ, എനിക്ക് കുറേയൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അന്ന് ജാൻമണിയെ നെഗറ്റീവ് അടിച്ച് അവർ ആട്ടിപ്പോയപ്പോഴൊക്കെ എല്ലാവർക്കും ഹാപ്പിയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ജാൻമണിക്ക് സപ്പോർട്ട് അർജുനെ ഡീഗ്രേഡ് ചെയ്ത് ഇപ്പൊ ബോയ് ഫ്രണ്ടാണ്, ഗേൾ ഫ്രണ്ടാണ്. എന്തൊക്കെ കഥകളാണ് ഈ പറയുന്നത്? ഒരു ഇത് വേണ്ടേ, ലോജിക്ക് വേണ്ടേ? പിന്നെ വേറെ ഒരു റിവ്യൂ ഞാൻ കണ്ടതാ. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഒരാൾ ഔട്ടായി പോവുകയാണെങ്കിൽ, ഒരു കണ്ടസ്റ്റൻസ് ഔട്ടായി പോവുകയാണെങ്കിൽ എന്തിന് കരയണം? അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് എടുത്തുകൂടെ? എന്തിന് കരയണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ആലോചിച്ചത് ഇങ്ങനെ അങ്ങനെ കുറെ സംസാരങ്ങൾ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം അദ്ദേഹത്തിന്റെ അമ്മ എങ്ങാണ്ട് ഒരു കാര്യം കണ്ട് പറയുണ്ടായി, ഇന്ന പോലെ വോട്ടിന്റെ കാര്യം. മീൻസ് എൻ്റെ മോനെ ജയിപ്പിച്ചാൽ ഞങ്ങൾ അത് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഇപ്പൊ അത് പിടിച്ചോണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സപ്പോസ് ഇപ്പൊ എന്താ പറയണ്ടേ, അവരിപ്പം എന്തായാലും ഒരു മകനെ ഒരു അമ്മയെ കാണത്തുള്ളൂ.
എന്തായാലും ആൻറ്റി എനിക്ക് തോന്നുന്നു അപ്ഡേറ്റ് എല്ലാം തോന്നുന്നു, കുറച്ചും കൂടെ പഴയ ആൾക്കാരായിരിക്കും ചിലപ്പോൾ, അവർ ആ രീതിയിലായിരിക്കും ചിലപ്പോൾ സംസാരിച്ചത്. അതും എടുത്തുകൊണ്ട് വന്ന് ഒരാൾ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുന്നത്. എന്തോ ആയിക്കോട്ടെ. അപ്പം നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നോക്കണം, ഇപ്പം ജാൻമണി കേസ് പൊക്കിക്കൊണ്ട് വരുമ്പം ഇതിനു മുമ്പ് ജാൻമണി എന്തായിരുന്നു, എന്നായിരുന്നു, എങ്ങനായിരുന്നു, അവരെക്കുറിച്ച് എന്തൊക്കെയാണ് അവിടെ സംസാരിച്ച ആൾക്കാർ ഇപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അപ്പോൾ ഒരു സ്റ്റാൻഡ്, ഇപ്പോൾ ഒരു സ്റ്റാൻഡ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അർജുനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ജാനിനെ അങ്ങനെ ആരും ഇങ്ങനെ പൊക്കുമൊന്നും വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതായിട്ട് ഞാൻ സംസാരിക്കുക. ഇപ്പോഴും അതിനകത്ത് അവരിരുന്നിട്ട് വിഷത്തിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതെന്ത് സ്ത്രീയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം എന്താ പറയണ്ടേ, പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാൻ പറ്റും. കുറേ ആൾക്കാർ തെളിവുകളായിട്ട് വരുന്നുണ്ട്. ഇന്ന ആളെ വിളിച്ചിട്ട് ഇന്ന പോലെ പറഞ്ഞു, അന്ന ആളെ വിളിച്ചിട്ട് അങ്ങനെ പോലെ പറഞ്ഞു, എൻ്റെ വോയിസ് കിട്ടി, ഇങ്ങനെ കിട്ടി. അപ്പം അത് സംബന്ധമായിട്ട് ഞാനൊരു സംഭവം ചെയ്യുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യുക. ലവ് യു.